ക്വാണ്ടം മെക്കാനിക്സ് വർക്ക് ചെയ്യുന്ന സൂക്ഷ്മതലത്തിൽ മാത്രമാണ്. അപ്പോൾ പിന്നെ അതുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അത് പക്ഷേ ഭൗതിക കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. MRI മെഷീൻ അതാണെന്ന് ഞാൻ പറഞ്ഞു, ക്വാണ്ടം മെക്കാനിക്സ് ആണെന്ന് പറഞ്ഞു. ഇന്നത്തെ ഏറ്റവും കൂടുതലും വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ, ശ്രദ്ധയാണ്. ശ്രദ്ധയിലൂടെ പ്രാണനെ വലിച്ചെടുക്കുന്നു. ഒരാൾ എങ്ങനെയാണ് ഒരു ദേവതയെ പ്രോഗ്രാമിംഗ് ചെയ്ത് അയാൾക്ക് വേണ്ടുന്ന ദേവതയെ കണ്ടെത്തേണ്ടത്? അഖണ്ഡ മണ്ഡലാകാരം വ്യാപ്തം എന്ന് വെച്ചാൽ രാജൻ എന്ന് പറയും, മഹാഗുരുപാദകാന്ന് ശ്രീവിദ്യ പറയും. ഈ കുണ്ടലിനി എനർജി എല്ലാവർക്കും ഉള്ളതല്ലേ? എല്ലാവർക്കും ഉള്ള. പിന്നെ എങ്ങനെയാണ് ചിലർക്ക് മാത്രം ചില വണ്ടിയെന്ന് മറിഞ്ഞു വീണ് 4-5 ആൾക്കാർ ഇവിടെ അത് ഈ ഓവർ കുണ്ടലിനി റേസിങ് ഒറ്റ ഷോട്ടിൽ ഹൈ ഡോസിൽ അഡ്രിനാലിൻ ട്രിഗറായ ആക്സിഡന്റിൽ കൂടെ ഒക്കെ കുണ്ടലിനി റേസ് ചെയ്യാം. അത് പിന്നെ അത് കറക്റ്റ് ചെയ്യണം. നമ്മൾ ഈ ബാധ വരുന്നത് കുണ്ടലിനി ഹൈ കുണ്ടലിനി മൈൻഡ് വർക്ക് ചെയ്താൽ ബാധ വരും. ആദ്യം അതേപോലെ എടുത്ത് വിട്ടിട്ട് അവരുടെ ഫിസിക്കൽ കംപ്ലൈൻറ്റ് വല്ലതും കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യിക്കും. ഇല്ലെങ്കിൽ മാത്രമേ നമ്മുടെ പരിപാടി തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പേ പറഞ്ഞ കൂട്ട് എന്താ കഷ്ടം അറിയാത്തത് മിക്കവാറും ഈ പ്രാണമയ കോശത്തിലെ വിഷയമാണ്. അത് നമ്മൾ മരുന്ന് കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. കൗൺസിലിംഗ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അവിടെ പൂജാ ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ മാറത്തുള്ളൂ. അവിടെ നമ്മൾ ഹീൽ ചെയ്യുമ്പോഴേക്ക് ഇയാളുടെ പേഴ്സണാലിറ്റി വേറെ പുറത്ത് വരുന്നത്, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി പുറത്ത് വരുന്നത്. ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ ഓഫ് സൈക്കോളജി, DSM-5 ഇറങ്ങിയപ്പോൾ പറയും. അത് വെളിയിൽ വന്നിട്ട് അത് സംസാരിക്കാൻ തുടങ്ങും. 15 കൊല്ലം അതിൻ്റെ കൂടെ കൂടിയിട്ട് ഇന്ന ബുദ്ധിമുട്ടുകൾ ഞാനാണ് ഉണ്ടാക്കിയത്. അത് ദേവിയുടെ ശക്തി കൊണ്ടാണ്. അപ്പോൾ ആ ദേവി ഇവിടെ ഇരിക്കുന്ന ആ സ്വഭാവത്തിലുള്ള ദേവതയായതുകൊണ്ട് ഇതിനാണ് ബാധ എന്ന് പറയുന്നത്. ബാധാദോഷം. അതെ, ബാധിക്കുന്ന എല്ലാം ബാധയാണ്. അപ്പം ബാധ എന്ന് പറഞ്ഞ ആളുകൾക്ക് ദേഷ്യമാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡറിനെ പറയാം. ബാധ എന്ന് പറഞ്ഞാൽ നമ്മൾ ആളെ പറ്റിക്കുന്നവനായി, മന്ത്രവാദിയായി, തട്ടിപ്പുകാരനായി, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആളെ പറ്റിക്കുന്ന ആളായി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്ന് പറയണം. അപ്പോൾ കുഴപ്പമില്ല. അല്ലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാം, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. അതുകൊണ്ട് സത്യത്തിൽ ഈ പ്രശ്നങ്ങൾ നമ്മുടെ ആചാര്യന്മാർ കണ്ടുപിടിച്ചിട്ട് അത്രയേ ഉള്ളൂ, ഒന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. എനിക്ക് അങ്ങ് ഇത് പറയുന്ന ആലോചിക്കുമ്പോൾ നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിലെ തിലകനെയാണ് ഓർമ്മ വരുന്നത്. അതിൽ ഇപ്പോൾ സണ്ണി ആണെങ്കിൽ കാണുമ്പോൾ പോലും ശാസ്ത്രവുമായിട്ട് അത്രയും ഇടപഴകി പോകുന്ന കൂട്ടത്തിൽ തന്നെ തന്ത്രശാസ്ത്രവും മറ്റു കാര്യങ്ങളും കൃത്യമായിട്ട് അതിനകത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇത് രണ്ടല്ലേ, ഇത് നമ്മൾ രണ്ടായിട്ട് കാണാൻ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഇത് പരസ്പര പൂരകങ്ങളാണ്. എന്നെ സംബന്ധിച്ച് ഇതൊന്നും രണ്ടല്ല. ഇത് നമുക്ക് കൊള്ളാവുന്നതെല്ലാം നമ്മൾ യോജിപ്പിക്കുകയാണ്. എന്നിട്ട് എങ്ങനെ അവരുടെ പ്രശ്നം മാറ്റി കൊടുക്കാൻ പറ്റുന്നു? മാറ്റി കൊടുക്കാൻ പറ്റാത്ത കേസുമുണ്ട്. അതെന്ത് കേസ്? പൂർവ്വജന്മ കർമ്മഫലങ്ങൾ അത്രയുള്ള കേസ് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഈ ജന്മത്തിലല്ലേ കഴിയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പൂർവ്വജന്മത്തിലെ കർമ്മദോഷങ്ങൾ? പൂർവ്വജന്മത്തിലെ കർമ്മദോഷം ബോധ നിലവാരം നോക്കിയിട്ടാണ്. ഇപ്പം ഒരു പ്രസവത്തിൽ 4 കുട്ടികളുണ്ടെങ്കിൽ 4 ബോധ നിലവാരമായിരിക്കും. ചില കുട്ടികൾ നടക്കുമ്പോഴൊക്കെ വളരെ പിടിച്ച് ശ്രദ്ധിച്ചൊക്കെ ആയിരിക്കും നടന്നു പഠിക്കും. ചില എപ്പോഴും മുട്ടുകയും മുറിയും വീഴുകയും ചെയ്യും. പല ബോധ നിലവാരമല്ലേ കുട്ടികൾക്ക്. അതെങ്ങനെ ഉണ്ടാവും? എന്തിൻ്റെയോ തുടർച്ചയല്ലേ? അമ്മയിൽ നിന്നുമുള്ളത് അല്ല, നിങ്ങൾ 4 പേര് ഒരുപോലെ ഇരിക്കണ്ടേ? അതെന്തിൻ്റെ ഒരു തുടർച്ചയാണ് ആയിരിക്കാം. അപ്പം അവിടുന്ന് തുടങ്ങുകയാണ്. ബാധ ഉള്ളവന് ബോധമില്ല, ബോധമുള്ളവന് ബാധയില്ല. അപ്പോൾ ആ ചെറുപ്പത്തിൽ നല്ല ബോധമുള്ള കുട്ടികൾക്ക് ബാധ കുറവായിരിക്കും. അപ്പോൾ കർമ്മഫലങ്ങൾ കുറവായിരിക്കും, ദുരിതങ്ങൾ കുറവായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ജന്മം ചെയ്ത ഉപാസനയുടെ ഫലമായിരിക്കും അല്ലേ? അപ്പോൾ ബോധ നിലവാരമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ജന്മം ഞാൻ ഉപാസന മെഡിറ്റേഷനൊക്കെ ചെയ്ത് എൻ്റെ ബോധ നിലവാരം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മം അതുപോലൊരു ബർത്തായിരിക്കും കിട്ടുന്നത്. അതുപോലുള്ള സ്ഥലത്ത്, ഈ ബോംബ് വീഴുന്ന സ്ഥലത്തൊന്നും പോയി ജനിക്കത്തില്ല. അവിടെ എങ്ങനെയാണ് ഈ സാധന വർക്കൗട്ട് ആവുന്നത്? സാധന വർക്കൗട്ട് ആവുന്നത് എപ്പോഴും പോസിറ്റീവായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ സൂക്ഷ്മതലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ക്വാണ്ടം സൈക്കോളജി എന്ന് പറയുന്ന ഒരു ശാഖയിൽ നമുക്ക് വലിയ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്വാണ്ടം എൻട്രോപ്പി എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് എപ്പോഴും പ്രപഞ്ചത്തിൽ ഈ കണികൾക്ക് ഇറഗുലറായിട്ട് വിഘടിച്ച് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ക്വാണ്ടം നെഗൻട്രോപ്പി എന്ന് പറയുന്ന സാധനമുണ്ട്. ഒന്നിച്ചുകൂടെ ഒരു സിസ്റ്റം ആകാൻ, ഒരു ഓർഡർ ആകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഒരേ സമയം വിഘടിച്ചു പോകാനും ഒരേ സമയം അനുകൂലിക്കാനും സിസ്റ്റമാറ്റിക്കലാകാനും അത് വിഘടിച്ചു പോകാനുമുള്ള ടെൻഡൻസി ഉണ്ട്.
ഈ കൊളാപ്സ് ഉണ്ടാവാനും അത് കറക്റ്റായിട്ട് അപ്പം നമ്മൾ ഈ ക്വാണ്ടം നെഗൻട്രോപ്പി കൊണ്ടാണ് നമ്മൾക്ക് സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഒരു മനുഷ്യനിൽ ഇതെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പം ഈ പെൻറോസ് എന്നൊക്കെ പറയുന്ന സയൻറ്റിസ്റ്റുകളാണ് ഇതിനകത്ത് ഇപ്പം അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങളിലേക്ക് വരുന്നത്. നമ്മൾ ഇതിനകത്തെ നെഗൻട്രോപ്പി എന്ന് പറയുന്ന കണികകളുടെ സ്വഭാവം ഫോക്കസ് ചെയ്ത് പോയാൽ നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും അതിലൂടെ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനും പറ്റും. ഇതൊക്കെ നമ്മൾ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കി പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതാണ് നമ്മൾ റിസർച്ച് സെൻറ്റർ തുടങ്ങിയിട്ടെന്ന് പറയുന്നത് ഫ്യൂച്ചറിലെ ഇത് നമ്മളുടെ അസംഷനാണ്, തെറ്റാൻ ചെയ്യാൻ ശരിയല്ല. നമ്മൾ സയൻറ്റിഫിക് ട്രൂത്ത് ആയിട്ട് പറയുന്നില്ല ഇൻവെർട്ടർ കോമയിൽ. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനാണ് ഉപാസന ചെയ്യുന്നത്. നമ്മൾ കുളിക്കുന്നു, ജപിക്കുന്നു, ആ പ്രാണനെ കൺട്രോൾ ചെയ്യുന്നു, അന്നമയം മനോമയം പ്രാണമയവും വിജ്ഞാനമയവും നമ്മൾ കറക്റ്റ് ചെയ്യുന്നു, പഞ്ചകോശ ശുദ്ധി സാധനം കൂടെ അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളിത് ക്രോഡീകരിച്ചു എന്നുള്ളേ ഉള്ളൂ. ആൾറെഡി ഉള്ള സാധനമാണ്, നമ്മുടെ കണ്ടുപിടുത്തമല്ല. പക്ഷെ നമ്മളിത് ക്രോഡീകരിച്ച് സിസ്റ്റമാറ്റിക്കലായിട്ട് പഠിപ്പിക്കണം എന്നുള്ളൂ. അപ്പോൾ ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നു ഈ നെഗൻട്രോപ്പിയുടെ പവർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് ഗ്രോത്ത് ഉണ്ടാക്കി തരുന്നു, നമ്മുടെ എല്ലാ കോശങ്ങളിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നു. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സംഭവമാണ് കോശങ്ങളിലെ എനർജി സെൻറ്റർ. അതിന് ഈ വയറ്റിലെ ബാക്ടീരിയാസ് സപ്പോർട്ട് ചെയ്യുന്നു, അതിനുള്ള കെമിക്കൽസ് ഉണ്ടാക്കി കൊടുക്കുന്നു, എൻഹാൻസ് ചെയ്യാനുള്ള എനർജി കൂട്ടാൻ. നമ്മുടെ മൊത്തത്തിലുള്ള എനർജി കൂടും. അപ്പോൾ അതിനുള്ള കെമിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഈ സംഭവം സപ്പോർട്ടീവ് ആണെന്നാണ് നമ്മുടെ അസംഷൻ. പക്ഷെ അത് പ്രൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ സയന്റിഫിക് ട്രൂത്ത് അല്ല. ഇതിന്റെ മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആളുകൾക്ക് പലപ്പോഴും ക്ലാസിക്കൽ ഫിസിക്സ് മാത്രമേ അറിയുള്ളൂ. അതിൽ മാത്രം പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഈ മറ്റുള്ള ഇതിന് നേരെ ഓപ്പോസിറ്റാണ് പലപ്പോഴും. അതെ, ഇപ്പോ ന്യൂട്ടൺ കണ്ടുപിടിച്ചത് തിയറിയിലൊക്കെ ആൾക്കാർ അല്ല, പഴയ കാലത്തെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ കാലത്ത് പുതിയ തിയറികൾ. അതല്ല, അത് വലിയ കാര്യങ്ങളൊക്കെ അതാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോഴും. അത് മാറ്റമില്ല. അതിനെ ഒഴിവാക്കിക്കൊണ്ടല്ല ഇത് വരുന്നത്, അത് മനസ്സിലാക്കണം. റിലേറ്റിവിറ്റി തിയറിയെ ഒഴിവാക്കിക്കൊണ്ട് ഒന്നും സാധ്യമല്ല. വലിയ കാര്യങ്ങളിലെല്ലാം അത് വേണം. ക്വാണ്ടം മെക്കാനിക്സ് വർക്ക് ചെയ്യുന്ന സൂക്ഷ്മതലത്തിൽ മാത്രമാണ്. അപ്പോൾ പിന്നെ അത് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അത് പക്ഷേ ഭൗതിക കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. MRI മെഷീൻ അതാണെന്ന് ഞാൻ പറഞ്ഞു, ക്വാണ്ടം മെക്കാനിക്സ് ആണെന്ന് പറഞ്ഞു. അപ്പം അത് സൂക്ഷ്മതലത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടും എതിരായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിലും സത്യത്തിൽ പരസ്പര പൂരങ്ങളാണ്. അതും ഇതും കണക്റ്റഡാണ്. ഇപ്പോൾ ഒരു MRI മെഷീൻ വേണമെങ്കിൽ ഇതും വേണം അതും വേണം. അതെ, അതാണ് സംഭവം. അപ്പോൾ ഇതിനകത്തിൽ നമ്മളത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന അതിസൂക്ഷ്മ തലത്തിലുള്ള കാര്യങ്ങളും കൂടെ ആളുകൾക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ആളുകൾക്ക് കയറി വരാനുള്ളൊരു സ്റ്റെപ്പ് ഇടാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ ഈ സാധന പദ്ധതി എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ചെയ്ത് തീർച്ചയായിട്ടും, അതായത് ഈ വിഘടിച്ചു പോകുന്ന കണികളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഒരു പ്രോഗ്രാമിംഗ്. ഇത് പറഞ്ഞാൽ ഇപ്പം എത്ര പേർക്ക് മനസ്സിലാവുന്നിടത്തില്ല. അവർ വന്ന് ചുമ്മാ ചെയ്ത് വിളിക്കും. ഇത് പറഞ്ഞാൽ മനസ്സിലാക്കണമെങ്കിൽ ഇതിന് എഫർട്ട് ഇടണം, ഇത് പഠിക്കാൻ തയ്യാറാണ്. അപ്പോൾ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. സ്വന്തം അനുഭവത്തിൽ കൂടി ഇത് ബോധ്യപ്പെടാൻ പറ്റും. പക്ഷെ അപ്പോൾ എങ്ങനെയാണ് ഈ സാധന ചെയ്യുന്ന ആളുകൾക്ക് വ്യത്യസ്ത തലങ്ങൾ കാണാനും അല്ലെങ്കിൽ പ്രത്യേക ശക്തികൾ വരുന്നതായിട്ട് പറയുന്നതും അതൊക്കെ എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും സയൻറ്റിഫിക് ആക്കുക അല്ല, അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സയൻസ് ഇതിലും താഴെ തന്നെയാണ്. താന്ത്രിക വിദ്യയിലും നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചതിലും ഒരു പടി താഴെയാണ് സയൻസ് നിൽക്കുന്നത് ഈ കാര്യങ്ങളിൽ. അല്ലാതെ ഭൗതിക ജീവിതങ്ങൾ മെച്ചപ്പെടുത്താൻ സയൻസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പിരിച്വൽ കാര്യങ്ങളിൽ എപ്പോഴും ഇതിനൊരു പ്രാധാന്യമുണ്ട്. അപ്പം ആ സംഭവം നമ്മൾ സയൻസിലൂടെ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. ഹൈപ്പോസിസ് എടുത്ത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഈ ക്വാണ്ടം മെക്കാനിക്സിലൂടെ നമ്മൾ കൊണ്ടുവരണം. എനിക്ക് തോന്നുന്നു ഇതിൽ റിസൾട്ട് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും റിസൾട്ടാണ്. അതുകൊണ്ടാണ് പിന്നെ എങ്ങനെയാണ് അത് കിട്ടിയെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അത്രേ ഉള്ളൂ. ഈ ഭക്തർ രണ്ടാമത്തെ കാര്യമാണ്. ഈ ഭക്തരുണ്ടാവുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഹൈപ്പോത്തസിസ് കണ്ടെത്താൻ കഴിയില്ല. ഇല്ല, ഈ റിസൾട്ട് ഹൈപ്പോത്തസിസ് എപ്പോഴും എക്സ്റ്റേണൽ കാര്യത്തിന് മാത്രമാണ് ശരിക്കും പറ്റുക. 100%. അതായത് ഒരു നല്ലൊരു ശതമാനം. അതായത്
ഹൈപ്പോത്തസിസ് മറ്റൊരാളെ തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തന്നെ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കലായിട്ട് ചെയ്യാൻ ഹൈപ്പോത്തസിസ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കോടതി പോലും തീരുമാനം എടുക്കുമ്പോൾ ഇൻറ്റൻഷൻ നോക്കുന്നതിൻ്റെ കാര്യം അതാ, പ്രൂഫ് മാത്രമല്ല നോക്കുന്നത്. ഇന്റൻഷൻ കാര്യം എന്താ പറഞ്ഞാൽ ഇപ്പം അങ്ങേക്ക് എന്നോട് സ്നേഹമുണ്ട്, ഒന്ന് തെളിയിച്ചേ. ഒന്നുമില്ല, ഒരു കൈ തരുക, സ്നേഹത്തോടെ സ്നേഹം ഉണ്ടെന്ന് ഉറപ്പാണോ? തെളിവാണോ? കൈ തന്ന കെട്ടിപ്പിടിച്ച ഉറപ്പുണ്ടോ? പറയാൻ ഉറപ്പുണ്ടോ? അവരെന്താണ് ചിന്തിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ലല്ലോ. ബാക്കിൽ എന്താണ്, അതാ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കെൻഡിൽ ഇതെല്ലാം സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. എൻ്റെ ജീവിതം എൻ്റെ എക്സ്പീരിയൻസ് ആണെന്നിരിക്കെ ആ എക്സ്പീരിയൻസുകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്നർ വേൾഡിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അവിടെ ഈ മെത്തേഡ് മാറ്റും. ഹൈപ്പോത്തസിസ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് പോകുന്ന മെത്തേഡ് മാറ്റും. ഇത് ആർക്കെങ്കിലും പഠിക്കണമെന്ന് തോന്നിയാൽ അവരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം തുടക്കത്തിൽ മാത്രമാണ് ഈ ഹൈപ്പോത്തസിസ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വരാൻ പറ്റും. കാരണം ഒരു യുക്തിവാദി യുക്തിയിൽ പിടിച്ച് നിൽക്കുകയാണ്, അദ്ദേഹത്തിന് ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ജെനുവിൻ യുക്തിവാദിയാണ്. എനിക്ക് ഇതൊന്ന് പഠിക്കണം. ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു പയ്യൻ അവൻ എന്നോട് ചോദിക്കുക, സാറേ എനിക്കിതൊന്ന് പഠിക്കണം, പക്ഷെ എൻ്റെ ലോജിക്ക് ഇന്ന് തടസ്സമാണ്, എനിക്ക് സ്യൂഡോ സയൻസ് വേണ്ടതാനും, നാസ കണറിയം കഴിക്കുന്നു പറഞ്ഞിട്ട് ആ സാധനമൊന്നും വേണ്ട, എനിക്ക് റിയലായിട്ട് എനിക്കിത് പഠിച്ച് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഇത് വർക്ക് ചെയ്യുന്നുള്ള ഉറപ്പാണ്. കാരണം ആയിരക്കണക്കിന് കൊല്ലമായി അമ്പലങ്ങളൊക്കെ ഉണ്ടായിട്ട്, ലീവില്ലാതെ സമരമില്ലാതെ ഇപ്പോഴും നിൽക്കുന്നു. ഇവിടെ ഒരു പെട്ടിക്കട തുടങ്ങിയ 6 മാസം 1 വർഷത്തിലെ ആളുകൾക്ക് പ്രേരണകളെ പൂട്ടിപ്പോകും. ഇത് ഇത്രയും വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തോ കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യം എന്താണെന്ന് എനിക്ക് പഠിക്കണം എന്ന് ഈഗോ ഇല്ലാതെ ഒരാൾ പഠിക്കാൻ തയ്യാറാവുന്നിരിക്കും. ഞാൻ മൈ ഫൂളിഷ്നെസ് ഈസ് മൈ എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന ആളുകളുടെ കാര്യമല്ല പറയുന്നത്. ഇപ്പോഴും സയൻസ് സെൽഫായിട്ട് അവോയ്ഡ് ചെയ്തിട്ടാണ് സയൻസ് മുന്നോട്ട് പോകുന്നത്. ഹൈപ്പോത്തസിസ് എഴുതുന്നത് നമുക്കെതിരായിട്ടാണ് സയൻസിൽ. ഞാൻ തെറ്റാണെന്ന് തെളിയിക്കുകയാണ് സയൻസ്. ശരിക്കും ഈഗോ ഇല്ലാത്തവർക്ക് സയന്റിസ്റ്റ് ആവാൻ പറ്റത്തുള്ളൂ. റിസർച്ച് ചെയ്യാൻ ഈഗോ കൊണ്ടേ പറ്റത്തില്ല. ഞാൻ ഉള്ളിലുള്ളത് കണ്ടെത്താൻ ശ്രമിച്ചാൽ സയൻസ് ആവില്ല. എന്താണോ റിയാലിറ്റി അവിടെയുള്ള അത് കണ്ടെത്താൻ സയൻസ് ശ്രമിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഈ യുക്തിയിൽ നിന്ന് കയറി വരാൻ പാടാണ്. പക്ഷെ ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്റ്റെപ്പാണ് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് നമ്മൾ ഫസ്റ്റ് ലെവലിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് ആ സ്റ്റെപ്പിലൂടെ ക്വാണ്ടം മെക്കാനിസം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കയറി വരാൻ പറ്റും. അത് കഴിയുമ്പോൾ അവർക്ക് ഈ പറയുന്ന ലോകങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ വേണ്ടത്. വിജയമാണ് നമുക്ക് വേണ്ടത്. ഇന്നത്തെ കാലത്ത് എനിക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാൻ വയ്യാത്തവനാണ് ഏറ്റവും വലിയ ഹതഭാഗ്യം. എൻ്റെ പ്രാണൻ ആരാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ വയ്യാത്തവനാണ് ഹതഭാഗ്യം. സോഷ്യൽ മീഡിയ എല്ലാം നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. ഇന്നത്തെ ഏറ്റവും കൂടുതലും വാല്യുബിളായിട്ടുള്ള പ്രോഡക്റ്റ് കോൺസെൻട്രേഷനാണ്, ശ്രദ്ധയാണ്. ശ്രദ്ധയിലൂടെ പ്രാണനെ വലിച്ചെടുക്കുന്നു. നമ്മുടെ പ്രാണശക്തിയെ വലിച്ചെടുക്കുന്നു സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണും. അപ്പോൾ ഈ പ്രാണനെ നമുക്ക് അനുകൂലമാക്കി എടുക്കേണ്ട സമയത്താണ് നമ്മൾ രാത്രി 1 മണിക്കും റീൽസ് സ്ക്രോൾ ചെയ്തും ഒക്കെ കളയുന്ന സമയം കളയുന്നത്. അപ്പം നമുക്ക് ഈ കുണ്ടലിനി ഊർജത്തെ നമുക്ക് അനുകൂലമാക്കി, പ്രാണനെ നമുക്ക് അനുകൂലമാക്കി പ്രായോഗികമായിട്ട് സിസ്റ്റമാറ്റിക്കലായിട്ട് ആക്കി എടുക്കാനുള്ള ഒരു പദ്ധതിയാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു വന്ന ഒരു കാര്യമാണ് സാധന എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു സാധകൻ ഒരു ദേവതയെ പ്രോഗ്രാമിംഗ് ചെയ്ത് അയാൾക്ക് അനുകൂലമായിട്ടുള്ള, ഇപ്പോൾ ഒരുപാട് സാധന പ്രക്രിയകളുണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരുപാട്. ഇപ്പോൾ കോടാനുകോടി ദൈവങ്ങളെ പറ്റി പറയുന്നുണ്ട്, കോടാനുകോടി മനുഷ്യർക്കും ഏത് പദ്ധതി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഒരാൾ എങ്ങനെയാണ് ഒരു ദേവതയെ പ്രോഗ്രാമിംഗ് ചെയ്ത് അയാൾക്ക് വേണ്ടുന്ന ദേവതയെ കണ്ടെത്തേണ്ടത്? ശരിക്കും ഒരു അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം എന്ന് വെച്ചാൽ രാജൻ എന്ന് പറയുന്നു മഹാഗുരുപാദക എന്ന് ശ്രീവിദ്യ പറയും. അതിനകത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. ഈ ഗുരു പരമ്പര അല്ലെങ്കിൽ ഗുരു തത്വം എന്ന് പറയുന്നത്, പരമ്പര എന്നുള്ള അവിടെ നിൽക്കട്ടെ, തത്വം, ഗുരുതത്വം എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവനുള്ളതാണ്. ഈ ഗുരുതത്വം ആണ് നമ്മൾ ജിജ്ഞാസ ഉണ്ടാക്കുന്നത്, ആഗ്രഹം ഉണ്ടാക്കുന്നത്.
അപ്പം എനിക്കിത് പഠിക്കണം, അതോ ബ്രഹ്മജിജ്ഞാസ എന്നാണ് ബ്രഹ്മസൂത്രം തുടങ്ങുന്നത്. ഈ ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എനിക്കിതൊക്കെ പഠിക്കണം, അറിയണം എന്നുള്ളൊരു മനസ്സുണ്ടാവും. ഇത് തരുന്നത് ഗുരുതത്വമാണ്. ഇതില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഈ ഗുരുതത്വം ആക്റ്റീവ് ആവുന്നതനുസരിച്ചിട്ട് ഈ ഗുരുതത്വം തന്നെയാണ് വേണ്ടപ്പെട്ട ദേവതയിലേക്ക് നമ്മളെ നയിക്കുന്നത്. അത് ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇത് ഇന്ന ദേവത എന്ന് നമ്മൾ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ദേവതയിലേക്ക് ഈ ഗുരുതത്വം നമ്മളെ നയിക്കും. അപ്പോൾ ആ ഗുരുതത്വം ആക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് പുറത്തുള്ള ഗുരുക്കന്മാർ ശ്രമിക്കുന്നതാണ്. ഇന്റേണൽ ഗുരുവിനെ ആക്റ്റീവ് ആക്കുക. അത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഗുരുവിൻ്റെ ആവശ്യമില്ല. പിന്നെ ആ ഇന്റേണൽ ഗുരുതത്വം ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ എക്സ്റ്റേണൽ ഗുരുവിൻ്റെ ആവശ്യമില്ല. ആ ഗുരുതത്വമാണ് സമാധി വരെ ഒരാളെ നയിക്കുന്നത്. പുറത്തുള്ളവർക്കൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആ ഗുരുതത്വം ദേവതയെ കാണിച്ചു തരും. നമുക്ക് വേണ്ട ദേവതയെ കാണിച്ചു തരും. എന്നിട്ട് ഈ ഗുരുതത്വം ദേവതയും കൂടെയാണ് ഒരു സാധകനെ സഹസ്രാരത്തിൽ എത്തിക്കുന്നത്. ഭൗതികവും ആത്മീയമായിട്ടുള്ള വിജയം ഉറപ്പുവരുത്തുന്നത് ഇവർ രണ്ടുപേരും കൂടാണ്. ഇതിൽ എങ്ങനെയാണ് സഹസ്രാരത്തിൽ എത്തിക്കുന്നത്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുണ്ടലിനി എനർജിയെ ഉയർത്തുക എന്ന് പറയുന്നൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ ഇങ്ങനെ ഉയർത്തി കൊടുക്കുന്ന പല ആളുകൾക്കും പിന്നീട് പ്രശ്നങ്ങളുണ്ടാകുന്നതും ഒരു ഭ്രാന്തമായ തലത്തിലേക്ക് പോകുന്നതും പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞ ലൈഫ് ഫോഴ്സ്, ഇതാണ് നമ്മുടെ ലൈഫ് ഫോഴ്സ്. ഇത് നമ്മുടെ കാലേ കൂടെയാണ്, ഈ ഭാഗത്തോടാണ് കയറി വരുന്നത്. കയറി വന്ന് മൂലാധാരത്തിൽ ഇടിച്ച് കറങ്ങി നിൽക്കുന്നു. മേപ്പോട്ട് വന്നു 3 മാർഗങ്ങൾ, ഇടവെങ്കള സുഷുമ്ന മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങളിലൂടെ ഇതിനെ കൃത്യമായി നയിക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. അത് എന്തുകൊണ്ട് രഹസ്യമാക്കി വെക്കുന്നു എന്ന് പറഞ്ഞു. അർഹരല്ലാത്ത ആളുകളുടെ ഇത് കിട്ടി അവർ രോഗികളായി മാറും. ഇപ്പോൾ കൊടുക്കുന്ന ഒരുപാട് ധ്യാനങ്ങൾ ഒരുപാട് രോഗികളെ സൃഷ്ടിക്കുന്നുണ്ട്. അതെ, എല്ലാവർക്കും ഒരേ ഗുളിക കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ധ്യാനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുമ്പോൾ, എന്നാൽ അത് കൊടുത്താലും കുഴപ്പമില്ല, അത് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ ആൾ വേണം. ഇത് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇവർക്കുണ്ടാകുന്ന ഭയങ്ങളും മാറ്റങ്ങളും പ്രശ്നങ്ങളും അസുഖങ്ങളും കറക്റ്റ് ചെയ്ത് സഹസ്രാരത്തിൽ ഇത് എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കാണിക്കുന്നുമില്ല. അപ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇതൊരു ഹാലൂസിനേഷൻ ക്രിയേറ്റ് ചെയ്യല്ലേ പിന്നീട് അവർക്ക് സംഭവിക്കുന്നത്? ആവശ്യമില്ലാത്ത ധ്യാനങ്ങളും പദ്ധതികളും ഒക്കെ ആളുകളെ പഠിപ്പിച്ച് മാനസിക രോഗികളാക്കുന്നത് തെറ്റായ കാര്യമാണ്. ഒരുപാട് പേര് ട്രീറ്റ് ചെയ്യാൻ, ഒരുപാട് പേര് ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുക്കെ വരുന്നുണ്ട്. അപ്പം ഇത് പിന്നെ നമ്മൾ അവരെ ഒന്നും തുടങ്ങണം. ഈ കുണ്ടലിനി എനർജി എല്ലാവർക്കും ഉള്ളതല്ലേ? എല്ലാവർക്കും ഉള്ള പിന്നെ എങ്ങനെയാണ് ചിലർക്ക് മാത്രം ചിലർക്ക് വണ്ടിയെന്ന് മറിഞ്ഞു വീണ് 4-5 ആൾക്കാർ ഇവിടെ നെഗറ്റീവ് എനർജി പിടിച്ച് വന്നിട്ടുണ്ട്, ബാധ പിടിച്ചുകൊണ്ട്, പാനിക് അറ്റാക്കും അതും ഇതൊക്കെ ആയിട്ട്. അത് ഈ ഓവർ കുണ്ടലിനി റേസിങ് ഒറ്റ ഷോട്ടിൽ ഹൈ ഡോസിൽ അഡ്രിനാലിൻ ട്രിഗറായ ഇതിങ്ങനെ സംഭവിക്കാം. ആക്സിഡന്റിൽ കൂടെ ഒക്കെ കുണ്ടലിനി റേസ് ചെയ്യാം. അത് പിന്നെ അത് കറക്റ്റ് ചെയ്യണം. നമ്മൾ ഈ എങ്ങനെയാണ് ബാധ വരുന്നത്? ഇപ്പോൾ കുണ്ടലിനി ഹൈ ആയിട്ടുള്ള കുണ്ടലിനി മൈൻഡ് വർക്ക് ചെയ്താൽ ബാധ വരും. മൈൻഡ് വർക്ക് ചെയ്യുന്ന ഒരാളിൽ കുണ്ടലിനി റൈസ് ചെയ്താൽ മൈൻഡിലേക്കായിരിക്കും ഇത് ആദ്യം കയറുന്നത്. അതുകൊണ്ടാണ് പതഞ്ജലി യോഗ ചിത്തവൃത്തി നിരോധന എന്ന യോഗസൂത്രത്തിൽ പറയുന്നത്. ചിത്തവൃത്തി നിരോധനമാണ് യോഗം എന്ന് പറയുന്നത്. ഈ പാലാഴി മഥനം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഈ സംഭവമാണ്. പാലാഴി മഥനം കേട്ടിട്ടുണ്ടോ? ഭാഗവത്തിൽ കേട്ടിട്ടുണ്ട്. ആമയുടെ മുകളിലും പർവ്വതം വെച്ചിട്ട് ദേവന്മാരും അസുരന്മാരും വാസുകിയെ പാമ്പിനെ കൊണ്ട് പാലാഴി കടയുന്നു. അപ്പോൾ അമൃത് വരുന്നു. ആദ്യം കാളകൂട വിഷം വരും, ആ ശിവൻ കുടിച്ചു, പാർവതി പിടിച്ചു, നീലകണ്ഠനായി എന്നൊക്കെ പറയും. പിന്നെ ലക്ഷ്മി ദേവി വരുന്നു, മറ്റേ കൽപ്പതാര് വരുന്നു, അമൃത് വരുന്നു, ഗരുഡൻ പോകുന്നു. പാമ്പും ഗരുഡനും ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം ഓർക്കണം. അപ്പം ഇത് ശരിക്കും ആമ എന്ന് പറഞ്ഞാൽ ആമണിപ്പലയ്ക്ക് ആമയുടെ രൂപം വരുന്നത് എന്താ അറിയോ? ഈ ആമ എന്ന് പറഞ്ഞാൽ ആമയുടെ 5 ഇന്ദ്രിയങ്ങൾ അകത്തേക്ക് വലിക്കുന്ന എന്നിട്ട് ജപിക്കുന്ന ഒരു യോഗിയുടെ പ്രതീകമാണ് ആമ. മേരു നട്ടലാണ്, വാസുകി കുണ്ടലിനി ശക്തിയാണ്. ജപിക്കുന്ന ഉടനെ ജപമാണ് ആംനായ മഥനം എന്ന് ശ്രീവിദ്യ പറയും. ഈ ആംനായ മഥനം അല്ലെങ്കിൽ ജപം ചെയ്യുമ്പോൾ കുണ്ടലിനി റൈസ് ചെയ്യുകയും അത് മൈൻഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അസുരന്മാരുടെ ഭാഗത്തേക്ക് പോവുകയും ചെയ്യും. തലയിലേക്ക് വാസുകിയുടെ തല പിടിച്ചേക്കുന്ന അസുരന്മാരാന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഈ കുണ്ടലിനി കയറുവാണ്. മൈൻഡിലേക്ക്, ബ്രെയിനല്ല മൈൻഡിലേക്ക് കയറും. മൈൻഡിലേക്ക് കയറി കഴിയുമ്പോൾ എന്ത് പറ്റും?
നെഗറ്റീവ് ചിന്തകൾ വരും, ഭയം വരും. ഓർ മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ചിന്തകൾ എന്ന് പറയുന്നത് പാസ്റ്റും ഫ്യൂച്ചറുമാണ്. അതൊരിക്കലും പ്രസൻ്റ് അല്ല. ഇപ്പം അങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കണം. മെമ്മറിയിലോട്ട് പോകാതെ ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിലും ഒന്നും കഴിയില്ല. മെമ്മറിയിലോട്ട് പോകാൻ പറ്റില്ല. മെമ്മറിയിലോട്ട് പോകുമ്പോൾ അത് പാസ്റ്റ് വിഷമമാണ്. പണ്ടൊക്കെ എന്ത് രസമാണ്, ഇപ്പം അങ്ങനെയല്ല. നല്ല ആൾക്കാർ മരിച്ചു ഓർത്ത ദുഃഖമാണ്, ചീത്തയായാലും നല്ലതാണെന്ന് നമുക്ക് പാസ്റ്റ് ദുഃഖമാണ്. അതെ. ഫ്യൂച്ചർ ആലോചിച്ചാൽ ഭയം വരും. ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, ചുമ്മാ ഫ്യൂച്ചർ ആലോചിച്ച് ഭയം വരും. ചിന്തകൾ എന്ന് പറഞ്ഞാൽ പാസ്റ്റും ഫ്യൂച്ചറുമാണ്, അതൊരിക്കലും പ്രസൻ്റ് അല്ല. അല്ലേ? അപ്പോൾ പ്രസൻറ്റിലിരിക്കുമ്പോൾ ഇത് രണ്ടുമില്ല. അപ്പോൾ പ്രസൻറ്റിലിരിക്കുന്ന സമയത്താണ് കുണ്ടലിനി സുഷുമ്നയെ കുറിച്ച് ശാസ്ത്രാർത്ഥി വരുന്നത്. ഇല്ല, ഈ ഇടവെങ്കളെ കൂടെ ഇതുപോലെ മൈൻഡിലോട്ട് പോകും. മൈൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഇടവെങ്കളെല്ലാം കൂടെ വർക്ക് ചെയ്യും. അപ്പോൾ ആ കുണ്ടലിനി മൈൻഡിലേക്ക് കയറുന്നു. അപ്പോൾ മൈൻഡിലേക്ക് വരുമ്പോൾ മൈൻഡ് കൂടുതൽ ഓവർ ആക്റ്റീവ് ആവും. അപ്പോൾ ബൈപ്പോളർ ഡിസോർഡർ ഉണ്ടാവും, സ്കിസോഫ്രീനിയ ഉണ്ടാവും. ഇതിനെയൊക്കെയാണ് കാളകൂട വിഷം എന്ന് പറയുന്നത്, സിംബോളിക്കായിട്ട്. അസുരന്മാരെന്ന് പറഞ്ഞാൽ ഈ പ്രേതബാധ, ശത്രുബാധ, ആഭിചാരബാധ, ദോഷങ്ങളെല്ലാം. അപ്പോൾ ഇത് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞുകൊണ്ട് വയറിന് പ്രശ്നം, ഷോൾഡർ പെയിൻ, കൈകാല കഴപ്പ്, തലവേദന, ആങ്സൈറ്റി, സ്ട്രെസ്സ്, അസുഖങ്ങൾ, വലിയ വലിയ അസുഖങ്ങൾ വരെ നമ്മുടെ ശരീരത്തിൽ പല ട്യൂമേഴ്സും വന്നു പോകുന്നുണ്ട്, അറിയുന്നില്ല. പക്ഷേ ഈ ബാധ പിടിച്ചിട്ടുള്ളത് ഓട്ടോമ്യൂൺ ഡിസീസ് എന്നും ജീനിനത്തെ കംപ്ലൈൻ്റ് എന്നും പറഞ്ഞ് ട്രീറ്റ് ചെയ്ത് പലപ്പോഴും കുഴപ്പമാക്കാറുണ്ട്. സത്യത്തിൽ അപ്പോൾ എന്തെങ്കിലും ട്യൂമർ കണ്ടുപിടിച്ച് അതുകൊണ്ടാണെന്ന് പറഞ്ഞ് പിന്നെ അത് കീറി മുറുക്കായി പ്രശ്നങ്ങളായി അങ്ങനെ പോകും. സത്യം പറഞ്ഞാൽ പല പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറയുന്ന ജീനിനത്തെ കംപ്ലൈൻറ്റ് പറഞ്ഞൊക്കെ പരദേവത ഇല്ലാത്തതുകൊണ്ട് ബാധകൾ പിടിക്കും. ഈ പരദേവത ഉള്ളപ്പോൾ ആ പ്രശ്നമില്ല, അതവിടെ നിൽക്കട്ടെ, വേറെ സബ്ജക്റ്റാണ്. അപ്പം ഈ കുണ്ടലിനി ശക്തി വന്നിട്ട് ഈ മൈൻഡിലേക്ക് കയറി ഈ പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ജപം തുടരാൻ പറ്റത്തില്ല, വിഘ്നങ്ങളുണ്ടാവും. അപ്പം അവിടെ ശിവബോധത്തിൽ കോൺഷ്യസ്നെസ് കൊണ്ട്, മെഡിറ്റേഷൻ കൊണ്ട്, ശക്തി പ്രോപ്പറായിട്ട് ആ മെഡിറ്റേഷനിലൂടെ ശക്തിയെ ആരാധിക്കുമ്പോൾ ശിവൻ്റെ കഴുത്തെ ദേവി വന്ന് പിടിച്ചു എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ സുഷുമ്നയെ കൂടെ റൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഷഡ്ചക്ര വേദന സംഭവിക്കും. അപ്പോൾ ഇടവെങ്കൾ വിട്ടിട്ട്